പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രമാണ്. സമുദ്രമാർഗം ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിയ യൂറോപ്യൻ സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ മുതൽ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യം വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. സമുദ്രമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ യൂറോപ്യൻ സഞ്ചാരിയാണ് വാസ്കോ ഡ ഗാമ. 1498 ഇന്ത്യയിലെ ആഫ്രിക്കൻ വൻകര ചുറ്റിക്കൊണ്ട് പുതിയ സഞ്ചാരമാർഗം കണ്ടെത്തിയത് ഈ പോർച്ചുഗീസ് നാവികനാണ്. കോഴിക്കോടിനടുത്തുള്ള കാപ്പാടാണ് ഇദ്ദേഹം ആദ്യം എത്തിയത്. ഒരുപാട് കാലം യൂറോപ്യന്മാരുടെ അടിമത്തത്തിലായിരുന്നു ഇന്ത്യ. 1600കളിൽ ബ്രിട്ടീഷുകാർ വ്യാപാരികളായി ഇന്ത്യയിലെത്തി. അവർക്ക് വ്യാപാരം ചെയ്യുവാനുള്ള അവകാശം ജഹാംഗീർ ചക്രവർത്തി നൽകിയതോടെ ബ്രിട്ടീഷുകാർ അത് മുതലെടുത്തു തുടങ്ങി. അക്കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് മുഗൾ രാജവംശമായിരുന്നു. മുഗൾ രാജവംശം ശിഥിലമായതോടെ 1758 പ്ലാസി യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. 1700കളോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കാണാൻ നമുക്ക് സാധിക്കും. 1857 വരെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലുടനീളം വികസിക്കാൻ തുടങ്ങി. 1857 ഉത്തരേന്ത്യൻ പ്രക്ഷോഭത്തിൽ ഇന്ത്യൻ നേതാക്കൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ഈ യുദ്ധത്തെ ആദ്യത്തെ സ്വാതന്ത്ര്യ യുദ്ധം എന്നറിയപ്പെടുന്നു. മഹാത്മാഗാന്ധിയുടെ വരവോടുകൂടി ഇന്ത്യക്കാർക്കു വേണ്ട നിരവധി അവകാശം ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ടി വന്നു. ഇതിൽ വോട്ടവകാശം ഉൾപ്പെടുന്നു. 1945 ആയപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ നശിപ്പിക്കപ്പെട്ടു. ബ്രിട്ടീഷ്, ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ കോളനി ഭരണത്തിനെതിരെ ഇന്ത്യക്കാർ നടത്തിയ സമരത്തിന് പറയുന്ന പേരാണ് സ്വാതന്ത്ര്യ സമരം. ശരിക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടടുത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിജിയും മറ്റും സ്വാതന്ത്ര്യ സമരം പ്രസ്ഥാനത്തിലേക്ക് എത്തിയത്. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം കോൺഗ്രസ് മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ അഹിംസാ മാർഗത്തിലുള്ള ആശയം സ്വീകരിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നേതാജിയും സുഭാഷ് ചന്ദ്രബോസും നേതൃത്വം നൽകിയ INA പോലുള്ള പ്രസ്ഥാനങ്ങളും ഗാന്ധിജി നേതൃത്വം നൽകിയ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും അവയുടെ ഉന്നതിയിലെത്തി. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ 1947 ഓഗസ്റ്റിൽ രൂപീകൃതമായി. സ്വാതന്ത്ര്യദിനം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള നമ്മുടെ ഭരണത്തെ അനുസ്മരിപ്പിക്കുന്നു. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് നമ്മുടെ നേതാക്കൾ ചെയ്ത ത്യാഗങ്ങളുടെ സ്മരണയിലാണ്. എല്ലാവർക്കും ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു. ഈ ദിവസം രാജ്യത്ത് ദേശീയ അവധിയായിരിക്കും. രാജ്യത്തിലുടനീളം അന്നേ ദിവസം ദേശീയ പതാക ഉയർത്തുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിനായുള്ള യാത്രയിൽ മരണമടഞ്ഞവർക്ക് അന്നേ ദിവസം പ്രധാനമന്ത്രി ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. ഒരുപാട് സാംസ്കാരിക പരിപാടികളും അന്നേ ദിവസം നടക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.